ചേട്ടാ, അപ്പോൾ ഈ ഒരു ബിസിനസ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ന്യൂജൻ ഭാഷയിൽ ഫ്രീക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും പറഞ്ഞില്ല. അത് ശരിക്കും കുറച്ചും കൂടെ ഒന്നതാക്കി പറയും. അതായത് നമുക്ക് ഇന്ന് യൂട്യൂബിൻ്റെ ഒരു കാലഘട്ടമാണ്. അതെ, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം നമ്മുടെ ആളുകളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളതിനെ പറ്റി ചിന്തിക്കില്ല. ഇപ്പോൾ നമ്മൾ പേസ്ട്രീസ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പേസ്ട്രീസ് അപ്പോൾ അപ്പുറത്തെ കടയിൽ പോയി എത്തിച്ചു നോക്കി ആ പേസ്ട്രീൻ്റെ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുള്ളൂ. അതെ, ഇതിന് പകരം നമ്മൾ വെറുതെ നെറ്റിലൊന്ന് കയറിയിട്ട് സ്വീഡിഷ് പേസ്ട്രി എന്ന് അടിച്ചു നോക്കുക. അപ്പം അത് വേറെ തരത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വേറൊരു സ്ഥലത്തുള്ള പരിപാടി അന്ന് ട്രയൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സാധനം ഇറക്കുക. ചില പ്രോഡക്റ്റുകൾക്ക് തീരെ മാർജിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലർ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്ന കാണാം. അപ്പം എനിക്ക് ഭയങ്കര തമാശ തോന്നാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇതിലെന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബണ്ണിനൊക്കെ ബ്രെഡ് ബണ്ണ് സാധനങ്ങൾക്കൊക്കെ ഞാൻ സാധാരണ സാധനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാട്ടാ. വലിയ ഇൻഡസ്ട്രികളെ പറ്റി നമ്മൾ പറയാൻ പോയി ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഇത് അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ശങ്കരാടി പറഞ്ഞോണം ഈ പ്രതിക്രിയാവാദവും മറ്റേ കൊളോണിസവും ഒക്കെ കൂട്ടി കലർത്തി എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി തോറ്റു എന്നുള്ളത് സിമ്പിളായിട്ട് പറയാന്ന് പറയണ പോലെ സിമ്പിളായിട്ട് ഞാൻ പറയണം. ബണ്ണ് മതി. അപ്പൊ ഈ ഒരു ബണ്ണാണെങ്കിൽ ആ ബണ്ണൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി ക്രീം വെച്ച് കഴിഞ്ഞാൽ ക്രീം ബണ്ണായി, അതിന്റെ വില മാറി. അതൊരു ഇത്തിരി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയി. അതിന്റെ ഉള്ളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ അതിന്റെ വില മാറി. അപ്പൊ ബണ്ണ് വിറ്റിട്ട് ലാഭം കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കണം. നേരെ പ്രൊഡക്റ്റിന് വേറൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റിയ പോരെ. അത് വേണമെങ്കിൽ ബർഗറാക്കി മാറ്റാം. അതന്നെ ഒരു ഇത്തിരി പറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പീസ ആക്കി എടുക്കാം. ഇതെല്ലാം ബേസ് സെയിമാ, വലിയ വ്യത്യാസമില്ല. ഇതിലൊക്കെ ഇത്തിരി മധുരവും അതും ഇതൊക്കെ ഇത്തിരി മാറ്റം വരുത്തിയിട്ട് എനിക്ക് അതിന്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയില്ല. ഞാൻ എന്റെ ഒരു വ്യൂവിൽ ഞാൻ പറഞ്ഞോളൂ, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ ഇതിനൊന്നും മാറ്റി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ വേറെയാ. ഇപ്പൊ നമ്മളിപ്പോ ഡോമിനോസ് പിസയിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ 300 രൂപ 500 രൂപ എന്നൊക്കെ പറയണതാണ് ഒരു പിസയ്ക്ക്. എനിക്ക് തോന്നുന്നില്ല അത്രയൊന്നും വിലയുണ്ടെന്ന്. ഒരു 100 രൂപയ്ക്കുള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവരാ പ്രിപ്പയർ ചെയ്യുന്നതും അതിന്റെ അവരത് ഡെലിവറി ചെയ്യുന്ന മെത്തേഡും അവരുടെ ബ്രാൻഡ് വാല്യൂ ആണ് ആ പ്രൊഡക്റ്റിന്റെ ആ വില. ഒന്നും മാറ്റി പിടിച്ചാൽ മതി, അത് നമ്മുടെ ആൾക്കാർ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് മാറി. അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല, അങ്ങനെ മാറ്റി നമ്മൾ ഉണ്ടാക്കില്ല. നമ്മളെ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി എത്തി നോട്ടണം, അവിടെ വന്നിട്ടുണ്ടാക്കണം, അത് കൂടി ഉണ്ടാക്കുക. എന്നിട്ട് അവനേക്കാളും വില കുറച്ചിട്ട് നമ്മൾ ഇറക്കും. അവൻ 5 രൂപയ്ക്ക് വിറ്റാൽ നമ്മൾ 2 രൂപയ്ക്ക് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം അവനും കിട്ടില്ല, നമുക്കും കിട്ടില്ല. നമുക്കൊന്നും ഉണ്ടാവില്ല, അവനൊന്നും ഉണ്ടാവില്ല. ഇത് കിടന്ന് അവിടെ തല്ലിപ്പിരിഞ്ഞ് ആ മാർക്കറ്റ് അങ്ങോട്ട് കൊളാക്കി റേറ്റ് അടിച്ച് നശിപ്പിച്ച് കുളം തോണ്ടി അങ്ങോട്ട് തരും. അപ്പൊ ആർക്കും ഇല്ലാണ്ടായി കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആയി. എന്തിനാ ഈ പാട്ടിന് പോണേ? നമ്മളത് വ്യത്യസ്തമായ ഫ്ലേവറിൽ ഇറക്കണമെങ്കിൽ നമുക്കുള്ള ബിസിനസ് നമുക്കും കിട്ടും, അവനുള്ള ബിസിനസ് അവനും കിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻഡോസ് ഇറക്കി, ആൻഡ്രോയിഡ് ഇറക്കി. നമ്മളിപ്പോ വിൻഡോസും കൊണ്ടെടുക്കുന്നുണ്ട്, ആൻഡ്രോയിഡും കൊണ്ടെടുക്കുന്നുണ്ട്. ആൾക്കാരങ്ങനെ കൊണ്ടുവരുന്നോളുന്നേ, 2 സാധനം കൊണ്ടുവരുന്നോളും, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടുത്തെ ഒരു പ്രൊഡക്റ്റ് റേഞ്ച്, അവിടെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഒരു 500 പ്രൊഡക്റ്റ് പണ്ടത്തെ സൂപ്പർ മാർക്കറ്റ് അല്ല പലചരക്ക് കടയിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇന്നത് 8000 മാറി. പ്രൊഡക്റ്റുകൾക്ക് പണ്ടുള്ള ലാഭം ഇപ്പില്ല എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ബിസിനസ്സിൽ യാതൊരു കുറവില്ല. സംഭവം എന്താണെന്നറിയോ? പ്രൊഡക്റ്റ് റേഞ്ച് കൂടി. പണ്ടൊക്കെ എനിക്കൊക്കെ ഓർമ്മയുള്ള കാലത്ത് മുളക് മേടിച്ചിട്ട് മുളക് പൊടിയാക്കി കൊണ്ടുവരണം, അരി മേടിച്ച് അരിപ്പൊടി ആക്കണം. ഇന്ന് അതൊക്കെ പാക്കഡായി മാറി. പ്രൊഡക്റ്റ് റേഞ്ച് കൂട്ടി, മാർജിൻ കുറഞ്ഞാലും അത് മാനേജ് ചെയ്ത് പോകും. അങ്ങനെ പുതിയ 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 പരിപാടികൾ കൊണ്ടുവരിക. പഴയ സാധനങ്ങൾ റീപ്ലേസ് ആവും. പിന്നെ ഈ 15 കൊല്ലം കൂടുമ്പോൾ ഈ പിള്ളേരുടെ ട്രെൻഡ് മാറുന്നു പറഞ്ഞില്ലേ? ഇതിനനുസരിച്ച് നമ്മൾ മാറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പുറകോട്ട് പോകും. നമുക്ക് വേണ്ടി ആരും കാത്തിക്കൊന്നുമില്ല. പഴയ കുറെ കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ ചെയ്ത് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു 25 കൊല്ലം കഴിയുമ്പോൾ കാണാം അത് കഴിഞ്ഞു. അവരാ പഴയ രീതിയിൽ തന്നെ ചെയ്ത് അവിടെ ഇരിക്കും. അവർക്ക് മനസ്സിലാവണില്ല 15 കൊല്ലം കൂടുമ്പോൾ ട്രെൻഡ് മാറുക, ആ രീതിക്ക് അനുസരിച്ച് ചെയ്യണം എന്നുള്ളത്. ഇന്നിപ്പോ ഏതെങ്കിലും പലചരക്ക് കടയിൽ ചെന്നിട്ട് പഴയ കാലത്തെ പോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞൊക്കെ തരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കും? എല്ലാവർക്കും പ്ലാസ്റ്റിക് കവറിലാക്കി വളരെ ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യണം? അത് കൊടുക്കണം.
അവര് ചെല്ലുക ചെറുപടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് എടുക്കുക, ആ കിറ്റിലിടുക, അവിടെ ചെല്ലുക, പടപടെ ബില്ലടിക്കുക. കാശ് ജീപ്പേ കൂടി ആയതോടുകൂടി എന്തായി, നോട്ട് പോലും എൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും വന്നിട്ട് 100 രൂപ എടുക്കാണ്ടോ എന്ന് ചോദിച്ചാൽ 100 രൂപ പോലും ഉണ്ടാവില്ല. വേണമെങ്കിൽ ജീപ്പേ തരാം. ജീപ്പേ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അപ്പൊ അത് കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് ആ സ്ട്രക്ചർ മാറിയില്ല വെച്ചാൽ നമ്മൾ തള്ളിപ്പോവും. അല്ലാണ്ട് നമ്മളിത് ഇങ്ങനെ വിലപിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ കുറച്ചൊന്ന് ചിന്തിക്കണം, അത്രേ ഉള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ.